Urcreationrekhaskitchen പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചേർക്കണമെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടിയും ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞെടുത്ത ജ്യൂസാണിത്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. ഈ മസാല മുഴുവനായിട്ട് ചിക്കനിലേക്ക് പിടിക്കുന്ന പോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യിക്കാനായിട്ട് വെക്കാം. ഇനിയിപ്പോൾ 1 മണിക്കൂറിലും കൂടുതൽ നിങ്ങൾക്ക് വെക്കാൻ സാധിക്കുമെങ്കിൽ അത്രത്തോളം നല്ലതാണ് കേട്ടോ. എത്ര നേരമാണോ നിങ്ങൾക്ക് വെക്കാൻ പറ്റുക അത്ര നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായി കിട്ടിയപ്പോൾ അതിലേക്ക് നീളത്തിൽ നുറുക്കിയിട്ടുള്ള സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ വരെ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇത് നമ്മുടെ ബിരിയാണിയുടെ മുകൾ ഭാഗത്ത് വിതറി കൊടുക്കുന്നതിനായിട്ടാണ് ഇതുപോലെ വറുത്തെടുക്കുന്നത്. സവാള നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള എണ്ണയിൽ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും കൂടിയും വറുത്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നത്. ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം. ഒരു ഭാഗമായി കിട്ടിയാൽ അത് മറ്റേ ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള ചിക്കൻ മുഴുവനായിട്ടും ഇതുപോലെ നമുക്ക് വറുത്തു കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് നേരത്തെ ചിക്കൻ വറുത്തെടുത്ത അതേ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് 4 വലിയ സവാള നീളത്തിൽ നുറുക്കി വെച്ചത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സവാള നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രം പോരാ, നന്നായിട്ട് വഴറ്റി ബ്രൗൺ കളറാക്കി എടുക്കണം. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർക്കാനായിട്ട് പാടുള്ളൂ. സവാള ബ്രൗൺ കളർ ആവാൻ കുറച്ച് സമയം പിടിക്കും. ആ സമയം കൊണ്ട് നമുക്ക് അരി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതുവരെയും സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഇവിടെ ചേർക്കണത്. ഇതിൽ വേറെ സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല, നെയ്യ് മാത്രമാണ് ചേർക്കണത്. നെയ്യൊന്ന് ചൂടായി കിട്ടിയാൽ ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പെരുംജീരകം, വയനയില, സാജീരകം എന്നിവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് മൂത്ത് കരിഞ്ഞു പോവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വയ്ക്കാം. അടുത്തതായിട്ട് 2 ചെറിയ സവാള നീളത്തിൽ നുറുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പച്ചമുളകിൻ്റെ പേസ്റ്റ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിക്കിട്ടിയാൽ നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ ക്യൂബ് ഷേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ്. ഞാൻ ആകെ ഒരു ചെറിയ ക്യാരറ്റാണ് ഇവിടെ എടുത്തേക്കുന്നത്. ആ ക്യാരറ്റ് നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ അരിയാണ് എടുത്തേക്കണത്, ബിരിയാണി അരിയാണ് എടുത്തേക്കണത്. ഈ അരി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 30 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യിക്കാനായിട്ട് വെച്ചതായിരുന്നു. അതാണ് ഇതിലേക്ക് വെള്ളം വാർത്തിട്ട് ഇട്ട് കൊടുത്തത്. ഈ അരി നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. ചൂടായി കിട്ടിയാൽ ഇതിലേക്ക് ഒഴിക്കേണ്ടത് തിളച്ച വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് തന്നെ നമ്മൾ തിളച്ച വെള്ളം മറ്റേ അടുപ്പത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള നിലയ്ക്കാണ് ഞാനിന്ന് എടുത്തേക്കണത്. കാരണം ഇത് വളരെ ചെറിയ അരിയാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അത് കാരണം 2 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓരോ അരിക്കനുസരിച്ചിട്ടും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടും. നല്ല നീളത്തിലുള്ള വലിയ അരിയാണെങ്കിൽ നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം.
പക്ഷേ ഇത് നല്ല ചെറിയ അരിയാണ്. അതുകൊണ്ട് ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള നിലയിലാണ് എടുത്തേക്കുന്നത്. വെള്ളം നമുക്ക് തിളപ്പിച്ചിട്ട് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞ ജ്യൂസാണിത്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് എപ്പോഴും അരിയിൽ കുറച്ച് മുന്നിട്ട് തന്നെ നിൽക്കണം. എന്നാലാണ് നമുക്ക് ചോറായി കിട്ടിയ കറക്റ്റ് പാകത്തിന് ഉപ്പുണ്ടാവുള്ളൂ. ഈ അരി നമ്മൾ ഇന്ന് വറ്റിച്ചെടുക്കാനാണ് പോണത്, അതല്ലാതെ വാർത്തെടുക്കല്ല. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റ് അളവിൽ വെള്ളം ഒഴിച്ചത്. ഇത് ഒരു മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അതല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മീഡിയം അല്ലെങ്കിൽ ലോ അങ്ങനെ മാറ്റിയിട്ട് വേണം ഫ്ലെയിം മാറ്റി വയ്ക്കാൻ. സവാള ഇവിടെ ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് പച്ചമുളക് ചതച്ചതും കൂടിയും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞാലാണ് ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ അടുത്തതായിട്ട് നമ്മൾ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി മസാല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്താലും മതി. അത് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ മല്ലിപ്പൊടിക്ക് പകരം ഈ സമയത്ത് നമ്മൾ ഈ ചിക്കൻ മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല, ഞാനിവിടെ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 തക്കാളി നീളത്തിൽ നുറുക്കി വെച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയും ഇതുപോലെ തന്നെ ഒനിയനും ഒക്കെ കൂടിയിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാവണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ മസാലയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബിരിയാണി അരിയിൽ നമ്മൾ ഉപ്പിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചിക്കൻ വറുത്തതും ഉപ്പിട്ടിട്ടാണ്. ഇപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് എല്ലായിടത്തും ആക്കിയ ശേഷം നന്നായിട്ട് ഒരു മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ മറക്കരുത്, കാരണം മൂടി വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഈ സമയത്ത് നമുക്ക് അരി എന്തായി നോക്കി നോക്കാം. കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ എന്ത് ക്ലിയർ ആയിട്ടാണ് അരി വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ വറ്റിച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ട് വേവ് കുറവുള്ള അരി ആയതുകൊണ്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ചോറ് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ മൂടി വെച്ചിരിക്കുന്ന തക്കാളി എന്തായി നോക്കി നോക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില, പുതിനയില എന്നിവയൊക്കെ ചേർക്കാം. ഇവിടെ മല്ലിയിലയും പുതിനയിലയും കുറച്ച് കുറവായ കാരണം ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നന്നായിട്ട് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചേർക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ പുതിനയില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് വളരെ കുറച്ച് ചേർത്തത്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീരാണ് ചേർക്കേണ്ടത്. 1 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കാരണം ഇതൊരു ക്രീമി ടെക്സ്ചറിലാവാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴാണ് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയുടെയിലയും പുതിനയുടെയിലയും കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഒപ്പം തന്നെ നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മിക്സ് പിടിച്ച് കിട്ടണം. അതിനുശേഷം ഒരു മൂടി കൊണ്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കൊടുക്കണം. അപ്പോഴാണ് ഈ ചിക്കൻ്റെ മുകളിൽ കംപ്ലീറ്റ് മസാല പിടിച്ച് ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ ഇറങ്ങി ചെല്ലുള്ളൂ. മൂടി വെക്കുന്നതിന് മുൻപായിട്ട് ഞാനിവിടെ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ വറുത്തെടുത്തിട്ടുള്ള സവാള കുറച്ചെടുത്ത് ഇതിന് മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ സവാള വറുത്തെടുത്താൽ ഇതുപോലെ കുറച്ച് കൂടുതൽ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിന്ന് ലെയർ ആയിട്ടല്ല കേട്ടോ റൈസ് സെറ്റ് ചെയ്യണത്. റൈസിൻ്റെ നടുഭാഗത്തൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്.
സൈഡ് ഭാഗത്ത് നിന്ന് ഇതുപോലെ റൈസൊക്കെ എടുത്തിട്ട് ചിക്കൻ്റെ മുകളിൽ അമർത്തി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള വറുത്തത് എന്നിവയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി പാത്രം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ ബിരിയാണി പാത്രം ഞാനിന്ന് ഒരു ദോശക്കല്ലിൻ്റെ മീതെ വെച്ചിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ചൂടാക്കിയെടുത്താൽ മതി. ഒരുപാട് നേരം ചൂടാക്കിയെടുത്താൽ അടിഭാഗം കരിഞ്ഞു പോവും. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി കിട്ടിയാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിന് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്യാനായിട്ട് മിസ്സാക്കരുത്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി ഇതൊന്ന് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ആരെങ്കിലും ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.